അയ്യോ അർജുനേട്ടാ, മോൾ ഉണർന്നു തോന്നുന്നു. ഒന്ന് വന്നേ. അപ്പൊ വിഷ്ണു ശരി. ഗുഡ് നൈറ്റ്. രോഹിത്, അധിക സമയം മഞ്ഞടിച്ചിരിക്കണ്ട. പരിചയമില്ലാത്തതല്ലേ. അല്ല, നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ കിട്ടോ, ഞങ്ങൾ വന്നോളാം. ഇരിക്കടോ. അങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്നു. ആരാ അത്? സിദ്ധനോ? അങ്ങെവിടെ? അവധൂതന് കാലദേശങ്ങളില്ല. ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ഒരുമിച്ച് സഞ്ചരിക്കാം. ജാഗ്രത്തിലും സ്വപ്നത്തിലും കടന്നുവരാം. എനിക്ക് കുട്ടിയെ കൊണ്ടൊരാവശ്യമുണ്ടായിരുന്നു. അങ്ങ് പറയണം. ഒരു ജീവരക്ഷ. കൂട്ടത്തിലുള്ള ആളുടെ തന്നെ. കൂട്ടത്തിലുള്ള ആളുടെയോ? അതെ, കുട്ടിയുടെ ഭർത്തൃ സഹോദരി പ്രീതിയുടെ ജീവൻ ആപത്തിലാണ്. സിദ്ധം പറഞ്ഞതനുസരിച്ച് പ്രീതിക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ പഞ്ചകൈലാസത്തിൽ എത്തിയതും ജപിച്ചെഴുതിയ യന്ത്രം ശിവലിംഗ വിഗ്രഹത്തിനടുത്ത് സ്ഥാപിച്ചതും. ഞാൻ ജപിച്ചെഴുതിയ യന്ത്രം നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ല കുട്ടി. സ്ഥാപിച്ചിട്ടില്ലെന്നോ? സിദ്ധൻ എന്തൊക്കെയായി പറയുന്നത്? വിധിനിയോഗം എന്നൊന്നുണ്ട്. അത് ദൈവങ്ങളിൽ പോലും നിക്ഷിപ്തമാണ്. അതിനാൽ പൂർണ്ണമായി പറയാൻ സിദ്ധനും പ്രാപ്തനല്ല. യന്ത്രസ്ഥാപിതം ഫലം ചെയ്തില്ല എന്ന് കരുതിക്കോളൂ. അപ്പോ ഇനി എന്ത് ചെയ്യണമെന്ന് അവിടെ നിന്ന് പറയണം. പ്രീതിക്ക് ആപത്തൊന്നും വരരുത്. കുഞ്ഞിന്റെ ജനനത്തോടെ ആ കുട്ടിക്ക് യമകണ്ഠ ദോഷം വന്നു ഭവിച്ചിരിക്കുന്നു. കാലൻ കഴുത്തിൽ കുടുക്കിട്ടതുപോലെയാണ് യമകണ്ഠ ദോഷം. അതിനു പരിഹാരമായാണ് പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ ശിവലിംഗ വിഗ്രഹത്തിന് സമീപം യന്ത്രം സ്ഥാപിക്കാൻ വിധിച്ചത്. അത് പിഴച്ച സ്ഥിതിക്ക് പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ യമകണ്ഠ പൂജ പൂർത്തിയാക്കിക്കൊള്ളൂ. പക്ഷേ പൂജാവിധികൾ പൂർത്തിയായാലും ദോഷഫലങ്ങൾ പൂർണ്ണമായും വിട്ടൊഴിയാൻ ഏതാനും മണിക്കൂറുകൾ കൂടിയെടുക്കും. അതായത് നാളെ മധ്യാഹ്നം വരെ മരണം ഏതു വാതിലിലൂടെയും കടന്നുവരാം. ത്രിശിരസിന്റെ കഥ അറിയില്ലേ? പകലോ രാത്രിയിലോ തനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല എന്നാണ് അയാൾ വരം വാങ്ങിയത്. ലോഹമോ മരമോ ശിലയോ പോലുള്ള ആയുധം കൊണ്ട് മരണം പാടില്ല എന്നും വരം വാങ്ങി. ഇന്ദ്രദേവൻ അയാളെ വധിച്ചത് പകലോ രാത്രിയോ അല്ലാത്ത സന്ധ്യാസമയത്താണ്. വധിക്കാൻ ഉപയോഗിച്ച ആയുധം ലോഹമോ ശിലയോ മരമോ അല്ല, വെറും കടൽപത. പരീക്ഷത്തിന്റെ കഥയും ഓർമ്മയുണ്ടല്ലോ. സമുദ്രമധ്യത്തിൽ പണിതുയർത്തുന്ന ഗോപുരത്തിലെ പുഴുവായും അവതരിക്കാം മരണമെന്ന തക്ഷകൻ.
ഏത് നിമിഷവും. പൂജാശേഷം നാളെ മധ്യാഹ്നം കഴിഞ്ഞാൽ ആ കുട്ടി ദോഷങ്ങളിൽ നിന്നും മുക്തയാകും. അതുവരെ കണ്ണിമ ചിമ്മാതെ കാക്കണം. ജാതകവശാൽ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. അതെപ്പോഴും ഓർമ്മയുണ്ടാവണം. നാളെ മധ്യാഹ്നം വരെ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. വിദൂരത്തിൽ ഒരിടത്തിരുന്ന് എന്റെ പ്രാർത്ഥനയും ഉണ്ടാകും. തഥാസ്തു. എന്താ എന്താ എടോ എന്താ എടോ താൻ സ്വപ്നം എന്തെങ്കിലും കണ്ട? അത് വേറെ ഒരു സ്വപ്നമല്ല, ദർശനം തന്നെയാ. എടോ പറ, എന്താന്ന് പറ. അക്കാര്യം പറഞ്ഞ വിഷ്ണുവേട്ടൻ പേടിക്കും. പ്രീതിയും അർജുനേട്ടനും രോഹിത്തും സുസ്മിതയും എല്ലാം ഭയക്കും. ഈ ട്രിപ്പിന്റെ രസം തന്നെ ഇല്ലാതാകും. എന്നെ കൊണ്ട് പ്രീതിയെ രക്ഷിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ കാത്തോളാം, കണ്ണിമ ചിമ്മാതെ. പറ ശാലിനി, എന്ത് സ്വപ്നം കണ്ടേ? അത് മറന്നു വിഷ്ണുട്ടാ, എനിക്ക് കുഴഞ്ഞു മറിഞ്ഞു. ടാബ്ലറ്റ് കഴിച്ചോ? ആ കഴിച്ചു, ബാഗിലുണ്ടായിരുന്നു. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്, ചെറിയൊരു തലവേദന. ആ, രോഹിത്തിന് കിടക്കാറായോ? കിടന്നേക്കാം. രാവിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോലുള്ളൊരു പ്ലാൻ ഉണ്ട് അർജുനെ. ഓ, ഇനി എങ്ങനെ വേണ്ട സുസ്മിത? സുസ്മിത ബെഡിൽ തന്നെ കിടന്നാ മതി. ആ, പേടിക്കണ്ട, എന്നെ കൊണ്ട് ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. രോഹിത്തിനെ കുറിച്ച് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. രോഹിത്ത് പറഞ്ഞതുപോലെ രോഹിത്ത് വിചാരിച്ചിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴേ ആകാമായിരുന്നു. റിയലി ഐ എം പ്രൗഡ് ഓഫ് യു രോഹിത്. രോഹിത് കിടക്കുന്നില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓരോ നിമിഷവും
ഞാൻ രോഹിത്തിന്റെ ഫാനായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്നെ എനിക്ക് വേണ്ട. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷന് പറയാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളാണിതെന്ന് എനിക്കറിയാം. ഇതുവരെ നീ സുസ്മിതയുടെ പിന്നാലെ ആയിരുന്നെങ്കിൽ ഇനി സുസ്മിത നിന്റെ പിന്നാലെയാണടാ കണക്ക് തീർക്കാൻ. രോഹിത്, ഞാൻ പിന്നെ വിളിക്കാം. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? ഇയാൾക്ക് ഏത് ഡ്രസ്സും മാച്ച് ആവും. ഈ സ്നേഹമാണല്ലോ രോഹിത് ഞാൻ ഇത്രയും കാലം വേണ്ടെന്ന് വെച്ചത്. ഞാൻ പൊഴുത്തി പറഞ്ഞൊന്നും അല്ല സുസ്മിതേ, സത്യവാ. അങ്ങനല്ല രോഹിത്, ഞാൻ അത്ര വലിയ സുന്ദരിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. രോഹിത്തുമായി തട്ടിച്ചു നോക്കുമ്പോ ഈ ബന്ധത്തിന് പോലുള്ള യോഗ്യത എനിക്കില്ല. പിന്നെ എനിക്കെല്ലാം മാച്ചാണെന്ന് രോഹിത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. എന്താ വാ. ആഹാ, ഇത്ര പെട്ടെന്ന് രണ്ടുപേരും തമ്മിൽ നല്ല അടുപ്പത്തിലായല്ലോ. ഇങ്ങനെ തന്നെ വേണം സുസ്മിതേ. പരസ്പരം ദ്വേഷിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ സുഖ സ്നേഹിച്ച് ജീവിക്കുന്നത്. അതാണ്. ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്കൊക്കെ. എനിക്കത് മനസ്സിലായി പ്രീതി. അല്ല, വിഷ്ണുപുരം ശാലിനി റെഡിയായില്ലേ? അവരിവിടെ ഉണ്ടാവുന്ന ഞങ്ങൾ കരുതിയത്. റൂം പൂട്ടിയിരിക്കണല്ലോ അല്ലേ? അതെ. പിന്നെ അവരെങ്ങോട്ട് പോയി? കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഞാനൊന്ന് വിളിച്ചോട്ടെ. എവിടെ പോയി തൊലഞ്ഞോ രണ്ടുപേരും? അല്ല, എന്താ അർജുൻ? എടോ, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലടോ. നമുക്ക് ഇവിടേക്ക് ഒന്ന് പോയി നോക്കാം പ്രീതി, വാ. ദാ അവരെത്തിയല്ലോ. എന്ത്? അതെ, ഇത് എവിടെ പോയതാ വിഷ്ണു? ഞങ്ങളെ ഒന്ന് അമ്പലത്തിലൊന്ന് പോയി തൊഴുന്നു. കാർ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങളെ കണ്ടതുമില്ല. അതുകൊണ്ട് ഞങ്ങളൊന്ന് പേടിച്ചു. അത് അമ്പലം അടുത്തായോണ്ട് നടന്നു പോകാന്ന് വിചാരിച്ചു. പിന്നെ ചുറ്റും നല്ല കാഴ്ചകളല്ലേ. അല്ല, ഇതിപ്പോ എങ്ങോട്ട് പോകാനാ എല്ലാരും റെഡിയായി നിൽക്കുന്നു? നമുക്ക് പുറത്തൊന്ന് പോയി കറങ്ങിയിട്ട് വരാം ശാലിനി. നാളെ മധ്യാഹ്നം വരെ മരണം ഏതു വാതിലിലൂടെയും കടന്നു വരാം. അല്ല, അത് വേണോ? നമുക്ക് മധ്യാഹ്ന പൂജയ്ക്ക് നേരെ അമ്പലത്തിലേക്ക് പോയാ പോരെ? ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഉച്ചവരെ ഇവിടെ റൂമിൽ അടച്ചിരിക്കാനോ? ഈശ്വര,
ഇവരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഉള്ള സത്യം പറഞ്ഞ എല്ലാവരും പേടിക്കുകയും ചെയ്യും. ആ നമുക്ക് പോവാ ശാലിനി, ഇവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ. കണ്ടില്ലേ, ഇപ്പൊ ഇതിനൊക്കെ തിടുക്കം സുസ്മിതയ്ക്കാ. ഇപ്പോഴല്ലേ കല്യാണത്തിന്റെ ഒരു മധുരം അറിഞ്ഞത്. വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ. പോവാടോ, എല്ലാവരുടെയും ആഗ്രഹമല്ലേ? അതെ കേട്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ പഞ്ചകൈലാസത്തിന്റെ വർണ്ണക്കാഴ്ചകളിലേക്ക്. അപ്പൊ നമുക്ക് പൊളിക്കണം അടി. അവിടേക്ക് കാറ് പോവില്ലേ വിഷ്ണുട്ടാ? കാറ് കാറ് പോകുന്ന സ്ഥലമാണെങ്കിൽ ഇത്രയും ഭംഗിയോട് സൂക്ഷിക്കാൻ പറ്റുമോ ഇവിടെ? മനുഷ്യന് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും. കാട്ടിക്കേറി അവിടത്തെ ജീവികളെല്ലാം പുറത്തേക്ക് ഓടിക്കും. തുടങ്ങി. എന്നിട്ട് ആനയും പുലിയും നാട്ടിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ് നിലവിളിക്കും. പറ്റുമെങ്കിൽ അതുങ്ങളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അയ്യോ, അതെ മതി നല്ല തള്ള പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഈ അളിയന്റെ വാത് കേൾക്കുന്ന ആ ജഡ്ജിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ അളിയൻ ആ ജഡ്ജി ചുറ്റികൾ തെരഞ്ഞിട്ടുണ്ടാ. എടോ, ഞാനിത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. കാട്ടിലെ കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയണം. പിന്നല്ല എപ്പോഴേക്കും സീരിയസ് ആയി. വാ വാ വാ, സൂക്ഷിക്കണേ. വാ സൂക്ഷിച്ചേ. വാ. ഈ പാലം കയറണോ? പിന്നല്ലാതെ അപ്പുറത്തേക്ക് പോണ്ടേ? എന്താടോ, എന്ത് പറ്റി? പ്രീതി വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും പ്രീതിയും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വാ. ഞാൻ ഉറപ്പായിട്ടും വരുന്നുണ്ട് ശാലിനി. ഇത്രയും മനോഹരമായ സ്ഥലം തൊട്ടടുത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ കാണാതെ പോവാ? ഈശ്വര, പ്രീതിയോട് പറയാനും വയ്യല്ലോ. താനിങ്ങ് വന്നേ. അല്ല വിഷ്ണുട്ടാ, കേറ് അർജുനേട്ടാ. സൂക്ഷിച്ചു. അർജുനേട്ടാ നിന്നെ. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നമുക്ക് ഇവിടെ നിന്നൊരു സെൽഫി എടുക്കാം. അയ്യോ, എന്റെ ഫോൺ കാറിലായി പോയല്ലോ. എന്റെ ഫോണിലെടുക്കാം. വാ നോക്കി. പ്രീതി, അവിടെ നിന്ന് സർക്കസ് കാണിക്കാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ. തടിപ്പാലത്തിലെ കുഞ്ഞിനെയും കൈപ്പിടിച്ച അവളുടെ സെൽഫി. ഇതെന്തു പറ്റി? പ്രീതി, നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. മാറിക്ക് അർജുനേട്ടാ. എന്താ നിങ്ങൾ സെൽഫി എടുക്കുന്നില്ലേ? ഹേയ് ഇല്ല. എന്താണോ ഇതിനിപ്പോ എന്താ പ്രശ്നം? വിഷ്ണുട്ടൻ അറിയില്ല. എന്താ അറിയില്ലെന്ന്? ഒരു സെൽഫി എടുക്കുന്നതിൽ എന്താ ശാലിനി കുഴപ്പം? കൂടെ ഞാൻ നിൽക്കുകയല്ലേ. വലിയ ധൈര്യശാലിയാ ശാലിനി. പക്ഷേ ചില സമയത്ത് കാട്ടുപുക്കി താമസിക്കുന്ന അമ്മച്ചിമാരെ പോലെയാ. പാറു, ഓ പോവാ, അവിടെ കറണ്ട് തുടങ്ങി. വാ വാ പോവാ. പാറു, എന്താ ശാലിനി ഇത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? വെറുതെ ട്രിപ്പിന് മൂഡ് കളയണ്ട. വാ. നാളെ മധ്യാഹ്നം വരെ മരണം ഏതു വാതിലിലൂടെയും കടന്നു വരാം. ഭയം വേണം ഏത് നിമിഷവും.
വാ. നല്ല ഭംഗിയല്ലേ അർജുനേട്ടാ, നമുക്ക് അവിടേക്ക് പോവാം. കുഞ്ഞ് വാ വാ വന്നേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അർജു കുഞ്ഞിനെ നോക്കിയോണേ. ഞാൻ വിളിക്കും. ഇയാളിത് ഇങ്ങോട്ടേക്ക് പോകുന്നേ? അല്ല പ്രീതി പ്രീതി ഇങ്ങോട്ട് വരാൻ പറ്റും. വാ ഇങ്ങോട്ട് വാ. വേളേ ഇവിടെ വിഴല്ലേന്ന് ചേടാ. നല്ല സ്ഥലമല്ലേ? അതെ, ഇയാളോട് ഒരു കാര്യം പറയണ്ട്. എപ്പോഴും ഇങ്ങനെ പ്രീതിയുടെ പിന്നാലെ അവരുടെ പ്രൈവസി നശിപ്പിക്കില്ലേ? എടോ, ഇതുപോലൊരു സ്ഥലത്ത് വരുമ്പോഴെങ്കിലും അവരെ തനിച്ചു വിട്. അത് പിന്നെ മോളും കൂടി ഉള്ളതല്ലേ. എന്റെ പൊന്നോ, അതൊക്കെ നോക്കാൻ അർജുനുണ്ടല്ലോ. എടോ, ഒരു പ്രൈവസി ഒക്കെ വേണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇയാളോട് മുഖം മുഷി സംസാരിക്കണത് ഉണ്ടായിരിക്കുന്നവര്, മനസ്സിലായ? അല്ല അതിന് ഞാൻ മിണ്ടരുത്. ആ എടോ, അവര് പോയാലല്ലേ നമുക്ക് ഇത്തിരി പ്രൈവസി കിട്ടൂ. ഇയാളൊരു കാര്യം ശ്രദ്ധിച്ച, ഇതിന്റെ ഇടയിൽ സുസ്മിതി രോഹിത് മുങ്ങി. അവരെങ്ങോട്ട് പോയി? ആ ഇതാ പറഞ്ഞത്, എല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്നവരാ, പ്രത്യേകിച്ചും ഇതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങൾ. ഈശ്വര, പ്രീതി അവിടെ കണ്ടോ? ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ആദ്യമായിട്ടാ ഞാൻ. അല്ല, അപ്പോ ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ടൂറിന് പോയിട്ടില്ലേ? അന്ന് അച്ഛനായിരുന്നല്ലോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ടൂർ പോകുന്നെന്ന് പറയുമ്പോ അച്ഛന് പേടി. പരിചയമില്ലാത്ത സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്ന്. ഒരിടത്തും വിട്ടിട്ടില്ല. പരിഭവിക്കുമ്പോ പറയും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ച് പോവാന്ന്. എവിടുന്ന്? അവർക്ക് തിരക്കല്ലേ. അതൊരിക്കലും നടന്നില്ല. ആ, ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ. എവിടെ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കടൽ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. 1-2 നേരം നിരാഹാരമൊക്കെ നടത്തിയപ്പോഴാ ഫലം കണ്ടത്. അച്ഛനും അമ്മയ്ക്കും തിരക്കായതുകൊണ്ട് കൂടെ വന്നത് ആരാണെന്ന് അറിയാമോ? പിള്ളച്ചേട്ടൻ. പിള്ളച്ചേട്ടൻ. മോളെ, അമ്മയുടെ കമ്പനി ആരാണെന്നറിയോ? പിള്ളച്ചേട്ടൻ.